ബാരിയാട്രിക് സർജറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അമിതവണ്ണം അഥവാ ഒബീസിറ്റിയുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ബാരിയാട്രിക് സർജറി നിലവിൽ വന്നത്. ബാരിയാട്രിക് സർജറി എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബാരിയാട്രിക് സർജറികൾ നിലവിലുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്രത്തോളം ഇഫക്റ്റീവാണ് ബാരിയാട്രിക് സർജറി തുടങ്ങിയവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഭാരക്കുറവ് സർജറി അഥവാ വെയിറ്റ് ലോസ് സർജറിയാണ് ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ആമാശയത്തിൽ മാത്രമോ ആമാശയത്തിലും ചെറുകുടലിനുമോ ചേർത്തോ നമ്മൾ ചെയ്യുന്ന താക്കോൽ സുഷിര ശസ്ത്രക്രിയയിലൂടെ ഭക്ഷണത്തിൻ്റെ ആഗിരണം, ഭക്ഷണത്തിൻ്റെ അളവ് എന്നിവയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുന്ന സർജറികളാണ് ബാരിയാട്രിക് സർജറി. ബാരിയാട്രിക് സർജറി ആമാശയത്തിൽ മാത്രം ചെയ്യുമ്പോൾ അത് ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ കഴിക്കുന്നത് വളരെ കുറയുന്നതിന് സഹായിക്കുന്നു. ഉദാഹരണത്തിന് സ്ലീവ് ഗ്യാസ്ട്രെക്ടമി, നമ്മുടെ സഞ്ചി പോലെ ഇരിക്കുന്ന ആമാശയത്തിനെ ഒരു ബനാനയുടെ രൂപത്തിലാക്കി കുറച്ച് ഈ ബാക്കി ഭാഗം നീക്കം ചെയ്യും. അത് കഴിയുമ്പോൾ രോഗിക്ക് വളരെ കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായി തോന്നുന്നു. പിന്നെ ആഹാരം ആമാശയത്തിൽ തങ്ങി നിൽക്കുന്ന സമയവും കുറയുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള ആഹാരം ലഭിക്കാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ വണ്ണം കുറഞ്ഞു തുടങ്ങും. ഇനി ആമാശയത്തിലും ചെറുകുടലിലും കൂടെ ചേർത്ത് ചെയ്യുന്ന സർജറികളാണ് ബൈപ്പാസ് സർജറികൾ. ഉദാഹരണത്തിന് മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് MGB. അതിൽ അന്നനാളത്തിൻ്റെ കണ്ടിന്യൂവേഷനായി ഒരു ചെറിയ കുഴൽ രൂപത്തിൽ മുറിച്ച് ചേർക്കുകയും അതിൻ്റെ അറ്റം ചെറുകുടലിൽ 150 സെൻറ്റിമീറ്ററോളം അകലെയായി പിടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നാൽ ആമാശയത്തിൽ ചെറിയ ഭാഗം മാത്രമേ ഉള്ളതിനാൽ കുറച്ച് ആഹാരം കഴിക്കുമ്പോഴേ വയറ് നിറയും. പിന്നെ ആ ആഹാരം ചെന്ന് വീഴുന്നതോ 1.5 മീറ്റർ അകലെയുള്ള ചെറുകുടലിലാണ്. അവിടെ ആഗിരണശേഷി കുറവായതിനാൽ ആഹാരം കുറയുന്നു, ദഹിക്കുന്നതും അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നതും കുറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ആഹാരം ചെന്നെത്തുന്നത് അളവ് കുറച്ചാണ്. ആ ആഹാരം പോലും ദഹിച്ചതിന് ശേഷം ആഗിരണം ചെയ്യുന്നില്ല. അപ്പോൾ അയാളുടെ രക്തത്തിൽ കലരുന്ന ആഹാരത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എനർജിയുടെ അളവ് വളരെ കുറയുന്നു. അവിടെയും രോഗിയുടെ നിത്യേനയുള്ള പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ എടുത്തുപയോഗിക്കാൻ തുടങ്ങുന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഇഫക്റ്റാണ്. ഉദാഹരണത്തിന് സ്ലീവ് ഗ്യാസ്ട്രെക്ടമിയിൽ 1, 2 അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ വെയിറ്റ് വീണ്ടും കൂടാൻ തുടങ്ങുമെങ്കിൽ ഇത് കുറച്ചുകൂടെ നീണ്ടു നിൽക്കുന്ന ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. കൂടുതൽ ഇഫക്റ്റ് വണ്ണം കുറയുന്നതിനുണ്ടാക്കുന്നു. മാത്രമല്ല മെറ്റബോളിക് ഇഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങിയവ മാറുന്നതിന് ബാരിയാട്രിക് സർജറി ചെയ്യുന്നതിനെ മെറ്റബോളിക് സർജറി എന്നാണ് പറയുക. അപ്പോൾ ആ മെറ്റബോളിക് സർജറിയുടെ വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസിന് സ്ലീവ് ഗ്യാസ്ട്രെക്ടമിയേക്കാൾ കൂടുതൽ ഇഫക്റ്റ് ഉണ്ട്. ബാക്കി ഭാഗം കാണുന്നതിനും കേൾക്കുന്നതിനുമായി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.